ഈ 10 years കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എയിമുണ്ട്. ഏത് കാര്യങ്ങളായാലും, ഇപ്പോൾ ഏതൊരു എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും ഏത് മേഖല എടുത്തോട്ടെ, ഇപ്പം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലായാലും, ഇപ്പം ടൊവിനോ ആസ് ഇറ്റ് ഇസ് ഫിലിം ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത്. ഒരു 10 years കഴിയുമ്പോൾ ടൊവിനോയുടെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കണം, ആരായിരിക്കണം, ഏതൊരാളായിരിക്കണം എന്നൊക്കെ ഒരു ആഫ്റ്റർ 10 years I want to be the best. അത്രേ ഉള്ളൂ. കുറഞ്ഞതൊന്നും നമ്മൾ ആഗ്രഹിക്കാറില്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് അതിൽ ഞാനായിരിക്കണം ദി ബെസ്റ്റ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എങ്കിലും. അത്രേ ഉള്ളൂ. അല്ല, ഒരു ഹീറോ, ഒരു സൂപ്പർ ഹീറോ, അങ്ങനെയൊക്കെ നമ്മുടെ ഒരു എയിം ഉണ്ടാവില്ലേ? ഒരു നായിക വരുമ്പോൾ ഞാനായിരിക്കണം ഹീറോയിൻ എന്ന് എനിക്ക് ചിന്തിക്കാം. അല്ല, അങ്ങനെ ഉള്ളതിനേക്കാളും എൻ്റെ അഭിനയത്തെ പറ്റി ആളുകൾ ഒരുപാട് സംസാരിക്കും. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ ചെയ്തത് ഏകദേശം 33 ക്യാരക്ടേഴ്സ് ആണ്, 33 ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ടൊവിനോയുടെ മനസ്സിനോട് ചേർന്ന് പിടിച്ചേക്കുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ എല്ലാ സിനിമയും ഞാൻ ഒരേ ആത്മാർത്ഥതയോടെ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. പിന്നെ അതിൻ്റെ റിസൾട്ട് ഒരിക്കലും എൻ്റെ ആ സിനിമയിലെ കഥാപാത്രത്തിനെയോ ആ സിനിമയോ ഇഷ്ടപ്പെടുന്നതിനോ ഇഷ്ടപ്പെടാതിരിക്കുന്നതിനോ കാരണമാവുന്നില്ല. ഈ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ ഞാൻ ചെയ്തു വെച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില ക്യാരക്ടേഴ്സൊക്കെ അത് ആ സിനിമകൾ അത്ര നന്നായിട്ട് മേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടും നമ്മളെ കൊണ്ട് അത്രയ്ക്കും ആ കഥാപാത്രത്തിൻ്റെ മാനസിക സംഘർഷങ്ങളിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ ചില സിനിമകളുടെ. അപ്പോൾ ഒക്കെ തോന്നുന്നു അതിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു ഒട്ടുമിക്ക സിനിമകളിലും എനിക്ക് ആ കഥാപാത്രത്തിൻ്റെ ഒരു ജീവിതം ഞാൻ ജീവിച്ചു തീർത്തതാണ് എന്നുള്ളൊരു തോന്നൽ. ഒരുപാട് ഇൻവോൾവ് ആവും. അതെ അതെ അതെ. അതിലൊരു 3-4 എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്ന് നിന്റെ മൊയ്തീനിലെ അപ്പുവേട്ടനാണെങ്കിലും, മായനദിയിലെ മാത്രാണെങ്കിലും, ഗപ്പിയിലെ തേജസ് വർക്കയാണെങ്കിലും, അതുപോലെ ആൻഡി ഓസ്കർ ഗോസ്റ്റോയിലെ ഇസാഖ് ഇബ്രാഹിം, തീവണ്ടിയിലെ ബിനീഷ്, അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ അതൊക്കെ ഇപ്പോൾ എൻ്റെ ഓർമ്മകളിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചു തീർത്ത ജീവിതങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഇത്രയും പേരുകൾ പറഞ്ഞെന്നുള്ളൂ, ബാക്കിയുള്ളതുണ്ട്. അപ്പോൾ നമ്മളെ ആ ഒരു ക്രൂ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു, ആ കഥാപാത്രമായിട്ട് മാറാൻ നമ്മൾ എത്രത്തോളം അവർ പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് അനുസരിച്ച് നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഒരു ക്യാപ്സൂൾ പരുവത്തിൽ ഒരു ജീവിതം ജീവിച്ചു തീർക്കുകയാണ്. ശരിക്കും ടൊവിനോ ഇത്രയും ഡെഡിക്കേഷൻ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്നുണ്ട്. ഇപ്പം ഓരോ ക്യാരക്ടർ നോക്കുമ്പോഴും ശരിക്കും ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ടൊവിനോ. ഓരോ ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോൾ ഫിൽട്രേഷൻ പ്രോസസ് ഇനിയും കുറച്ചും കൂടെ നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മളിൽ നിന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ചെയ്തു കൊടുക്കണം. അവർക്ക് ഔട്ട്പുട്ട് നല്ലതായിട്ട് നമ്മൾ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. ശരിക്കും ആ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് പോലും നമ്മളിപ്പം കയറി വരുന്ന സമയത്ത് നമ്മൾ ആസ് എ ഹീറോ അല്ലെങ്കിൽ ആസ് എ ഹീറോയിൻ നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി സ്ട്രഗിളാണ്. എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ നോക്കിയല്ല, നമ്മൾ നിൽക്കുവോ ഇല്ലയോ എന്നാ ഏർപ്പാട്, ഇത് മാത്രമേ അല്ലേ. അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കയറി വരുന്ന സമയത്ത് അല്ലേ, നമുക്ക് എന്നാ ഉറപ്പ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവണം എന്നില്ല. ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫിലിംസ് ഉണ്ട്. ശരിക്കും നമുക്കൊരു ഡൗൺഫോൾ വരുമ്പം ഹൗ യു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്? വിഷമം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസമൊക്കെ വിഷമിക്കും. പക്ഷേ സന്തോഷത്തിന് കുറച്ച് ദിവസമേ ആയുസുള്ളൂ എന്ന് പറയുന്നത് വിഷമത്തിനും കുറച്ച് ദിവസമേ ആയുസുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം. അതാണ് കാര്യം. സിനിമ തീർച്ചയായിട്ടും നമ്മൾ സിനിമയിൽ വരുന്ന സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ഉണ്ട്, ശരിയാണ്. സിനിമയിലൊന്ന് മുഖം കാണിക്കുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ സ്ട്രഗിൾ. ആ മുഖം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലൂടെ ഡയലോഗ് കിട്ടുക എന്നുള്ളതായിരിക്കും അതിനേക്കാളും വലിയ സ്ട്രഗിൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കഥാപാത്രം ചെയ്ത് ഒരു ബ്രേക്ക് കിട്ടുക എന്നുള്ളതാണ്. ആ ബ്രേക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അതിനേക്കാൾ ബെറ്റർ കഥാപാത്രങ്ങൾ ചെയ്ത് ഒരു ലീഡ് ആക്ടർ എന്നൊക്കെ പറയും, വൺ ഓഫ് ദി ലീഡ് ആക്ടേഴ്സ് ആഗ്രഹിക്കും. അവസാനം നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തി ഒരു ലീഡ് ആക്ടറൊക്കെ ആയിട്ട് ഒരു ബ്രേക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഇതിനേക്കാൾ ഒക്കെ വലിയ സ്ട്രഗിൾ. കാര്യം എനിക്കാണെങ്കിൽ ഒരുപാട് തരം സിനിമകൾ ചെയ്യണമെന്നുണ്ട്. ഒരേ തരം സിനിമകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കും, പിന്നെ നാട്ടുകാർക്ക് എന്തായാലും ബോറടിക്കും. അപ്പോൾ ഒരുപാട് തരം സിനിമകളുടെ ഭാഗമായി പലതരം കഥാപാത്രങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ജോണേഴ്സും ഒരുപോലെ ഇവിടുത്തെ പ്രേക്ഷകർക്ക് വർക്ക് ആവുന്നതായിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വിരലെണ്ണാവുന്ന ജോണേഴ്സിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും നമ്മളുടെ സിനിമകൾ പോയിക്കൊണ്ടിരുന്നത്. ഒരു 10-ൽ കൂടുതൽ ജോണേഴ്സൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ട്, അത് കുറവാണെന്നുള്ളത്. പക്ഷേ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഒരുപാട് വേറെയും സിനിമാ വിഭാഗങ്ങളുണ്ട് നമ്മൾ കൈവയ്ക്കാത്തത്. അപ്പോൾ അതൊക്കെ കൈവയ്ക്കാൻ നോക്കുമ്പോൾ അത് പരീക്ഷണമാണ്, നമ്മൾ ചെയ്തു നോക്കുന്നതാണ്. ഇവിടെ വന്നിട്ടില്ലാത്തൊരു സംഭവം ചെയ്തു നോക്കുമ്പോൾ ഇപ്പോൾ ഇത് മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയുണ്ട്. അപ്പോൾ അധികം ഇവിടെ വന്നിട്ടില്ലാത്ത ഒന്നാണ് ഈ സൂപ്പർ ഹീറോ. വന്നിട്ടില്ലെന്നല്ല, ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞ ഈ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ സൂപ്പർ ഹീറോ സിനിമയാണ്. പക്ഷെ അങ്ങനത്തെ ഫാന്റസി സിനിമകളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള സിനിമ. നമ്മള് കൊച്ചുനാളിൽ ആരും കാണാത്തവരില്ല, അത് ഇല്ലേ, എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടുകൂടെ കാണുന്ന അതുപോലെ സിനിമകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അതിനുശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സിനിമയൊന്നല്ല, പക്ഷേ
ഞാൻ ആലോചിക്കുന്ന സമയത്ത് അധികം ഒന്നും വന്നിട്ടില്ല. നമ്മൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജോണറല്ല. പക്ഷെ ഹോളിവുഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒന്നും ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞ ഫ്ലോപ്പ് വരുമ്പോൾ ഹൗ യു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്. ശരിക്കും വേറെ എൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഏറ്റവും നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയ ഒരു അവസരം ഏതാണ് ടോവിനോയ്ക്ക്? ആരുടെ കയ്യിൽ നിന്നായിരിക്കും കിട്ടിയത് ഫസ്റ്റ്? അത് പലതവണ പല സിനിമകളുടെ സമയത്തും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ട്രഷർ ചെയ്യുന്നു 2 എണ്ണം ഇപ്പോൾ തൽക്കാലം. അത് എല്ലാവർക്കും ഞാൻ എന്തുകൊണ്ട് അത് ട്രഷർ ചെയ്യുന്നു എന്നുള്ളത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. മായാനദി എന്നുള്ള സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള സന്തോഷ് ടി കുരുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ അന്ന് എൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. അത് നമുക്ക് ഭയങ്കര അംഗീകാരമായിട്ട്. പിന്നെ നമുക്കൊക്കെ കിട്ടും ഇത്രയും വലിയ ലെജൻഡിൻ്റെ നമ്മൾ കേൾക്കാന്ന് പറയുന്നതല്ലേ. അതുപോലെ എൻ്റെ ഉമ്മാൻ്റെ പേര് എന്നുള്ള സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് മമ്മൂക്ക അന്ന് ആ സിനിമ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. നേരിട്ട് നമുക്ക് അത് ലാലേട്ടൻ ഫോണിൽ കൂടെ പറഞ്ഞത് ഞാൻ നമുക്കിനെ നേരിട്ട് കാണാൻ അവസരം കിട്ടി. നേരിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ ശരിക്കും നമുക്ക് കുറച്ചുകൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉത്തരവാദിത്വം കൂടുവാന്നോ. ചിലപ്പോൾ 2 ഫേസ് വരാം. ഏതാ ഞാനെല്ലാം ചെയ്യുന്ന കറക്റ്റാണ് അവരെ അംഗീകരിച്ചു എന്നുള്ളതാവാം. ഇല്ലെങ്കിൽ നമുക്കൊരു കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്. ഇനിയും ഇപ്പോൾ ചിലപ്പോൾ പലതരം ഈ കോംപ്ലിമെന്റ്സ് ഒക്കെ പലരെയും പല രീതിയിലായിരിക്കാം ബാധിക്കുന്നത്. എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും എന്നെ കോംപ്ലിമെന്റ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലും അതുപോലെ അടിസ്ഥാനമില്ലാത്ത ക്രിറ്റിസിസംസ് എന്നെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള രീതിയിലും ബാധിച്ചിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. അതായത് എന്നെ ഒരിക്കലും ഒരു കോംപ്ലിമെന്റ് കൊണ്ട് നിങ്ങൾക്ക് അഹങ്കാരിയാക്കാൻ പറ്റില്ല. കാര്യം കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും നന്നായി ചെയ്യാനുള്ള ഊർജ്ജമാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ അതിന്റെ പേരിൽ തികഞ്ഞ ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും നമുക്ക് തോന്നുകയില്ല. അതെ, അങ്ങനെയൊന്നും തോന്നില്ല. കാര്യം എനിക്ക് മറ്റാരെക്കാളും എന്റെ കുറ്റങ്ങളും കുറവുകളും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എനിക്കല്ലേ. അപ്പൊ പിന്നെ വൈഫ് ക്രിട്ടിസൈസ് ചെയ്യില്ലേ? നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അതായത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷെ അവരുടെ ക്രിറ്റിസിസംസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നെ തളർത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പെട്ടെന്ന് വന്നേച്ച് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തേച്ച് ഇത് ഇച്ചിരി കൂടി നന്നാക്കാരെന്ന് പറയുമ്പോഴത്തെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്നായിരിക്കും? ആക്ച്വലി പലപ്പോഴും അല്ല, എല്ലായ്പ്പോഴും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വർക്ക് നമുക്ക് കാണുന്ന സമയത്ത്, സിനിമയായിട്ട് കാണുന്ന സമയത്ത് അത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് എൻ്റെ എല്ലാ വർക്കും കണ്ടിട്ടുണ്ട്. Kitchen. Let's cook with love.